നമസ്കാരം. വയനാടിൽ കടുത്ത ആശങ്കയുണ്ടോ എന്ന് ചോദിച്ചാൽ ചിലയിടങ്ങളിലൊക്കെ ആശങ്കയുണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും. ലിൻഡോ ജോസഫ് MLA കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ ഇവിടെ അവിടുത്തെ ആളുകൾ നിരാശരാണ്. കാരണം അവിടേക്ക് കെട്ടി അവരുടെ തലയിൽ ഏൽപ്പിച്ച ഒരു തെരഞ്ഞെടുപ്പ് പോലെയാണ് അവിടുത്തുകാർക്ക് ഇത്തവണത്തെ വയനാട് തെരഞ്ഞെടുപ്പ് തോന്നുന്നത്. കാര്യം ചൂരൽമലയിലുണ്ടായ ഉരുൾപൊട്ടൽ നമുക്കറിയാം. പലരും വോട്ടർ ലിസ്റ്റിൽ പേരുണ്ടെങ്കിൽ പോലും ആരും സ്ഥലത്തില്ല. കാര്യം എല്ലാവരും കൂടുതൽ ആൾക്കാരെയും ഉരുളെടുത്ത് കൊണ്ടുപോയ ഒരവസ്ഥയാണ്. അപ്പോൾ ഈ സാഹചര്യത്തിന് നടുവിലേക്ക് അവരുടെ മേലേക്ക് കെട്ടിയേൽപ്പിക്കപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പായി തന്നെ വയനാടുകാർക്ക് തോന്നിയത് കൊണ്ടാവണം പോളിംഗ് 64% അല്ലെങ്കിൽ 64.54% എന്നുള്ള നിലയിലേക്ക് ചുരുങ്ങാനുള്ള കാരണം. ഇത് കഴിഞ്ഞ തവണത്തെ പോലെ 5 ലക്ഷം 6 ലക്ഷം തുടങ്ങിയ വോട്ടിംഗ് അല്ലെങ്കിൽ ഭൂരിപക്ഷത്തിലേക്ക് പ്രിയങ്ക ഗാന്ധി ജയിച്ചു കയറും എന്നുള്ളതൊക്കെ വെറും വ്യാമോഹം മാത്രമാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ സാഹചര്യത്തിലാണ് PV അൻവറിൻ്റെ ഒരു വെളിപ്പെടുത്തലും അതോടൊപ്പം തന്നെ ആ PV അൻവറിനെ ഏറ്റെടുത്തുകൊണ്ടുള്ള K സുധാകരൻ്റെ ഒരു പറച്ചിലും ഒക്കെ ഇതിനകത്ത് ഒരു വലിയ ഘടകമായി മാറുന്നത്. അതായത് പോളിംഗ് ശതമാനത്തിൽ വലിയ വർധന ഉണ്ടാകാൻ സാധ്യതയില്ല എന്ന് സുധാകരേട്ടനോട് ഞാൻ സൂചിപ്പിച്ചിരുന്നു എന്നാണ് PV അൻവർ പറയുന്നത്. മുൻപ് കാലങ്ങളിൽ ഉണ്ടായിരുന്ന പോലെ രാഹുൽ ഗാന്ധി മത്സരിച്ച സമയത്ത് അവിടെ ഉണ്ടായിരുന്ന പോളിംഗ് ശതമാനം പോലെ ഒരു വലിയ പോളിംഗ് ശതമാനം ഇവിടെ ഉണ്ടാകാനുള്ള സാധ്യതയില്ല എന്നും അത് മുന്നിൽ കണ്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങളായിരിക്കണം മണ്ഡലത്തിൽ നടത്തേണ്ടത് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചും PV അൻവർ സുധാകരനോട് പറഞ്ഞിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് VD സതീശൻ ആദ്യഘട്ടം മുതൽ തന്നെ PV അൻവറിനെ ഉൾക്കൊള്ളാൻ പറ്റില്ല എന്ന് പറയുന്ന രണ്ട് ഇരട്ട നിലപാടായിരുന്നു സ്വീകരിച്ചിരുന്നത്. എന്നാൽ അതേസമയം പിന്നീട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോൾ അവിടെ പ്രിയങ്ക ഗാന്ധിയെ DMK സപ്പോർട്ട് ചെയ്യുന്നെങ്കിൽ ചെയ്തോട്ടെ, പിന്തുണ പ്രഖ്യാപിക്കുന്നെങ്കിൽ പ്രഖ്യാപിച്ചോട്ടെ, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ചില കാര്യങ്ങളോട് ഞങ്ങൾക്ക് യോജിക്കാൻ കഴിയില്ല, അതായത് സ്ഥാനാർത്ഥികളെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുന്നത് സംബന്ധിച്ച് യോജിക്കാൻ കഴിയില്ല എന്നുള്ള തരത്തിൽ തന്നെ PV അൻവറിനെ ഏറ്റവും ഒടുവിൽ പൂർണ്ണമായി തള്ളിക്കളഞ്ഞുന്ന ഒരു രീതിയിലേക്കാണ് പിന്നീട് VD സതീശൻ പോകുന്നത് കണ്ടത്. അതേസമയം PV അൻവർ ഈ പറഞ്ഞ കാര്യങ്ങൾ K സുധാകരൻ അംഗീകരിക്കുകയും ചെയ്തു. K സുധാകരൻ പറഞ്ഞ PV അൻവർ എന്നോട് ഈ കാര്യങ്ങൾ സൂചിപ്പിച്ചിരുന്നു, അവിടെ പോളിംഗ് ശതമാനം കുറയാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യം. അപ്പോൾ അത് സംബന്ധിച്ച് വേണ്ട തിരുത്തലുകളുമായി മുന്നോട്ട് പോവുകയായിരുന്നു പാർട്ടി ചെയ്തത്. അത്തരത്തിൽ വേണ്ട നടപടിക്രമങ്ങളിലേക്ക് പോകാനുള്ള ഒരു ശ്രമം കോൺഗ്രസ് പാർട്ടിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായി എന്നും K സുധാകരൻ സൂചിപ്പിക്കുന്നു. അതോടൊപ്പം മുൻപെങ്ങുമില്ലാത്ത വിധത്തിൽ 2 ദിവസത്തോളം താൻ മണ്ഡലത്തിൽ ക്യാമ്പ് ചെയ്തുകൊണ്ട് പ്രചരണത്തെ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി ശ്രമിച്ചിരുന്നു എന്നുകൂടി അദ്ദേഹം K സുധാകരൻ വ്യക്തമാക്കുന്നുണ്ട്. അതിൻ്റെ അർത്ഥം ഈ പറയുന്ന PV അൻവറുമായി നല്ല ഒരു ബന്ധം സ്ഥാപിച്ചെടുക്കാനും കോൺഗ്രസ് പാർട്ടിയിൽ അല്ലെങ്കിൽ UDFന്റെ ഒരു മുന്നണിയാക്കി PV അൻവറിനെ നിലനിർത്തിക്കൊണ്ടു പോകാനും, അതായത് DMK നിലനിർത്തിക്കൊണ്ടു പോകുന്നതിനും KPCC അധ്യക്ഷനായ K സുധാകരന് താല്പര്യക്കുറവ് യാതൊന്നുമില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം PV അൻവർ ഒരു വലിയ ശക്തിയായി തന്നെ UDFനുള്ളിലേക്ക് കയറിക്കൂടാനുള്ള എല്ലാ സാധ്യതകളും ഈ K സുധാകരൻ തന്നെയായി തുറന്നിട്ട് കൊടുക്കുമെന്നുള്ള കാര്യം ഇതോടുകൂടി വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു. ആ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഞങ്ങൾ പരമാവധി തിരുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ അതുകൊണ്ട് തന്നെ ഈ പോളിംഗ് ശതമാനത്തിൽ ഈ ഇടിവുണ്ടായത് കൊണ്ട് തന്നെ അവിടെ ഈ 5 ലക്ഷം 6 എന്നൊക്കെ പറയുന്ന ഒരു മാജിക്കൽ ഭൂരിപക്ഷം ഉണ്ടല്ലോ, ഇതൊന്നും ലഭിക്കാനുള്ള യാതൊരു വിധത്തിലുള്ള സാധ്യതയും അവിടെ നേരിട്ട് കാണുന്നില്ല എന്നുള്ള കാര്യവും PV അൻവർ സൂചിപ്പിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ അദ്ദേഹം ചേലക്കരയിലെ കാര്യങ്ങളുടെ PV അൻവർ പറയുന്നുണ്ട്. അതായത് 20,000-ലധികം ഭൂരിപക്ഷം അവിടെ ഉണ്ടാകും, DMKക്ക് ലഭിക്കും. അപ്പോൾ അതോടൊപ്പം തന്നെ അവിടെ വലിയ ശക്തമായ തോതിൽ ഒരു വലിയ അടിയൊഴുക്ക് നടക്കുന്നുണ്ട് തുടങ്ങിയ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. അപ്പം ഈ എന്തുകൊണ്ട് ആളുകൾ, കാര്യം ഈ പറയുന്ന ഒരു ചൂരൽമല ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വലിയ പ്രശ്നം അവിടെ നടക്കുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ജനങ്ങൾ വരാനുള്ള സാധ്യതയില്ല. എന്നാൽ മറ്റൊരു വിമർശനം എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ കാലങ്ങളിൽ ഏകദേശം കഴിഞ്ഞ ഒരു 14 മുതൽ ഉള്ള ഒരു കാലഘട്ടം നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ രാഹുൽ ഗാന്ധി മത്സരിച്ച ആ കാലഘട്ടത്തെക്കുറിച്ച് നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്ന അവിടെ വലിയ ഒരു മുന്നേറ്റം ഈ രാഹുൽ ഗാന്ധിയെ കൊണ്ട് ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല എന്ന തരത്തിലുള്ള വിമർശനവും വയനാട്ടിൽ നിന്ന് ഉയരുന്നുണ്ട്. അതുകൂടി കണക്കിലെടുത്തുകൊണ്ട് പിന്നെ തന്നെയല്ല, ഇങ്ങനെ ചൂരൽമലയിൽ ഒരു ഉരുൾപൊട്ടൽ ഉണ്ടായ സാഹചര്യത്തിൽ ഒരു കേന്ദ്രത്തിനെ അല്ലെങ്കിൽ കേന്ദ്രത്തിൽ നിന്നും എന്തെങ്കിലും വാങ്ങിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു MP എന്നുള്ള നിലയിൽ മുന്നോട്ട് പോകുവാൻ, ഒരു ഇഞ്ച് മുന്നോട്ട് പോകുവാൻ ഈ ഇദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല, രാഹുൽ ഗാന്ധിക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് വാസ്തവമായി അവിടുത്തെ ജനങ്ങൾ അംഗീകരിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. അത് അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ പരിശോധിക്കുമ്പോൾ തീർച്ചയായും പ്രിയങ്ക ഗാന്ധിക്ക് വലിയ തോതിലുള്ള ഒരു മുന്നേറ്റം
അതായത് ഒരുപക്ഷെ ജയിച്ചു കഴിഞ്ഞാൽ തന്നെയും വലിയൊരു ഭൂരിപക്ഷം എന്ന് പറയുന്നത് അവകാശപ്പെടാൻ കഴിയാത്ത രീതിയിലേക്ക് പ്രിയങ്ക ഗാന്ധിക്ക് ലഭിക്കുന്ന വോട്ടുകളുടെ എണ്ണം ഗണ്യമായി കുറയും എന്നുള്ളത് തന്നെയാണ് വിലയിരുത്തൽ. പക്ഷേ ഇതിനിടയിലൂടെ ഈ വോട്ടിംഗ് കഴിഞ്ഞതോടുകൂടി, വയനാട് ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടുകൂടി മറ്റൊരു രാഷ്ട്രീയ സഖ്യത്തിനുള്ള വഴി തുറക്കുകയാണ്. അതായത് കെ സുധാകരനും പി വി അൻവറും തമ്മിൽ ദൃഢമായ ഒരു ബന്ധത്തിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. ആ സാധ്യതകൾ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ UDFന്റെ ഒരു ഘടകകക്ഷി എന്നുള്ള നിലയിലേക്ക് പി വി അൻവറിനെ കെ സുധാകരൻ ക്ഷണിക്കാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ VD സതീശന് ഇത് അത്രത്തോളം അത് ഗോചരമാകും എന്നുള്ളതിനെ കുറിച്ചൊരു പിടിയുമില്ല. അങ്ങനെ വരുമ്പോൾ പാർട്ടിക്കുള്ളിൽ തന്നെ ശക്തമായ ഒരു ഭിന്നിപ്പിനുള്ള സാധ്യതയും ഈ പി വി അൻവർ വഴി കോൺഗ്രസിനുള്ളിൽ ഉണ്ടാകുമെന്നുള്ള കാര്യവും നമ്മൾ ആലോചിക്കേണ്ടതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി യോഗനാഥം ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.